ചത്താലും ശരി ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഗൂഗിൾ ചെയ്യരുത്. അങ്ങനെ ഗൂഗിൾ ചെയ്താൽ എന്താണ് കുഴപ്പം? ചുമ്മാ വീഡിയോ കാണാൻ വേണ്ടി എന്തെങ്കിലും പറയല്ലേ? അങ്ങനെയല്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ചിലത് സംഭവിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഭൂതത്തെയോ പ്രേതത്തെയോ പിശാചിനെയോ കുറിച്ചല്ല, ഭൂമിക്ക് പുറത്തുനിന്നും നമ്മെ നിരീക്ഷിക്കുന്ന ഒരു കൂട്ടം എൻറ്റിറ്റികളെ കുറിച്ചാണ്. അതെ, പറഞ്ഞു വരുന്നത് ഏലിയൻസിനെ കുറിച്ചാണ്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഒരു വാക്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നെറ്റ്, വല. അതായത് നമുക്ക് മേൽ വീണ് കിടക്കുന്ന ഒരു വലിയ വലയാണ് ഇൻ്റർനെറ്റ്. അതിലകപ്പെട്ട് കിടക്കുന്ന ചെറുമീനുകളാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ആ വല വീശിയതാരാണ്? 2016 ഒരു സംഭവം നടന്നു. ഏതാണ്ട് 49 വയസ്സുള്ള ആനന്ദ് പ്രകാശ് എന്ന് പറയുന്ന ഒരു ടെക്കി ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അറിഞ്ഞു. അദ്ദേഹം ആ ഗ്രൂപ്പിനെ ഒന്ന് സെർച്ച് ചെയ്തു. ആ ഗ്രൂപ്പിനുള്ളിലുള്ള ചിലർ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഗ്രൂപ്പിൻ്റെ ഭാഗമാവാൻ പറ്റൂ. പക്ഷെ നമുക്കതിൽ ചേരണമെന്നൊരാഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അതിൽ ചേരാനും പറ്റൂ. അങ്ങനെ ഒരു ആഗ്രഹം നമ്മളിൽ ഉടലെടുത്താൽ അതവർ തിരിച്ചറിയും. അവർ നമ്മളെക്കുറിച്ച് പഠിക്കും, മനസ്സിലാക്കും. അവരെ നമ്മൾ അർഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ നമ്മളുമായി ബന്ധപ്പെടും. അതെങ്ങനെയെന്നത് അവ്യക്തമാണ്. ഇത്രയും കേൾക്കുന്നത് നിങ്ങളാണ് എങ്കിൽ സ്വാഭാവികമായും ആ ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങളും സെർച്ച് ചെയ്യും. അദ്ദേഹവും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതിലൂടെയാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത് ഈ പറയുന്ന ഇൻ്റർനെറ്റ് എന്നത് നമുക്ക് മേലെ വിരിച്ചിട്ടുള്ള ഒരു വലയാണ് എന്ന്. അതിലയാൾ അകപ്പെട്ടു പോവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളായിരുന്നു. ഇത് ചുമ്മാ ഒരു കഥയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇതൊരു റിപ്പോർട്ടായി വരില്ലല്ലോ. പറഞ്ഞു വരുന്നത് റെലിസം എന്ന ഒരു കൾട്ട് ഗ്രൂപ്പിനെ കുറിച്ചാണ്. വീണ്ടും പറയുന്നു, കൊന്നാലും ശരി അതേക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യരുത്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ഓഗസ്റ്റ് 6, 2016 അയാൾ ആ വാക്ക് ഗൂഗിൾ ചെയ്തു. ഒരു തവണയല്ല, പല തവണ പല വെബ്സൈറ്റുകളിലും കയറി അതേക്കുറിച്ചുള്ള ആർട്ടിക്കിളുകൾ അയാൾ വായിച്ചു. അയാൾക്ക് അനുഭവപ്പെട്ടത് ഏതോ ഒരു നെറ്റ്വർക്ക് അയാളുമായി കണക്റ്റ് ആവുന്നത് പോലെയായിരുന്നു. അയാളുടെ ഫോണിലല്ല, അയാളുടെ ലാപ്ടോപ്പിലല്ല, അയാളുടെ തലച്ചോറിൽ. അതായത് ഒരു ലാപ്ടോപ്പിൽ പുതിയൊരു നെറ്റ്വർക്ക് കണക്റ്റ് ആവുകയാണ് എങ്കിൽ എപ്രകാരം ആ ലാപ്ടോപ്പ് പ്രതികരിക്കുമോ അതുപോലെ അയാളുടെ തലച്ചോർ പ്രതികരിച്ചു തുടങ്ങി. അതോടെ ആനന്ദിൻ്റെ കണ്ണിൽ ചില ഗ്ലിച്ചുകൾ കാണപ്പെട്ടു. എന്താണ് തനിക്ക് സംഭവിക്കുന്നത് എന്ന് അയാൾ പരിഭ്രമിച്ചുകൊണ്ട് ചിന്തിച്ചു. ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലായ ആനന്ദിന് ഒരിക്കലും അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അന്നു മുതൽ അയാൾ സമയം ചെലവഴിച്ചത് ആകാശത്തേക്ക് നോക്കിയിരുന്നാണ്, ആരുടെയോ വരവിനായി കാത്തിരിക്കുന്നത് പോലെ. അയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം അയാളോട് ചോദിച്ചിരുന്നു, എന്താണ് നിനക്ക് പറ്റിയത്, നിനക്കെന്താണ് ഇങ്ങനൊരു മാറ്റമെന്ന്. അവരോട് പോലും അയാൾ പറഞ്ഞത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഞാൻ അവരുടെ വരവിനായി കാത്തിരിക്കുകയാണ് എന്ന്. ആരുടെ? എലോഹിമുകളുടെ. എന്താണ് ഈ എലോഹിം? എന്താണ് ഈ റെലിസം? ആനന്ദിന് സംഭവിച്ചതുപോലെയുള്ള ബ്രെയിൻ വേവ് ട്രാൻസ്മിഷൻ, അങ്ങനെയാണ് അവർ ഈ ഒരു പ്രക്രിയയെ വിളിക്കുന്നത്, ബ്രെയിൻ വേവ് ട്രാൻസ്മിഷൻ. അത് പലരിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരിലെല്ലാം സാമ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഇവരെല്ലാം റെലിസത്തെ അറിഞ്ഞിരുന്നു, ഇവരെല്ലാം ഇൻ്റർനെറ്റിൽ റെലിസത്തെക്കുറിച്ച് സെർച്ച് ചെയ്തിരുന്നു എന്നതാണ്. ഇത് അമേരിക്കയിൽ എവിടെയോ നടന്നൊരു വിഷയത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സ്വന്തം ഇന്ത്യയിലും ഈ ഒരു കൾട്ടിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ബ്രെയിൻ വേവ് ട്രാൻസ്മിഷൻ അഥവാ BWT അനുഭവിക്കുക എന്നത് അപൂർവമായ ഒന്നാണ് എന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാത്രമേ അത് അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയുള്ളൂ എന്നും അനുഭവസ്ഥർ പറയുന്നു. അതിലേക്ക് കടന്നെത്തുന്നവർ റെലിസം എന്ന ഗ്രൂപ്പിൽ ഭാഗമാവുന്നു എന്നത് മാത്രമല്ല, അവരിൽ ചില വിശ്വാസങ്ങളും ഉടലെടുക്കുന്നുണ്ട്. അതായത് അനുനാക്കി എന്ന വിശ്വാസം പോലെ. എന്താണ് അനുനാക്കി എന്ന് ഈ വീഡിയോ കാണുന്നവരോട് ഞാൻ വിശദീകരിക്കണം എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം
ബേപ്പൂർ സുൽത്താൻ കാണുന്നവർക്ക് അനുനാക്കി എന്താണ് എന്ന ബോധ്യമുണ്ടാവും. ഇനി അതറിയാത്തവരാണെങ്കിൽ, ആദ്യമായാണ് അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത് എങ്കിൽ ചുമ്മാ ഒന്ന് അനുനാക്കി എന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആകാശത്തു നിന്നും ദൈവങ്ങൾ വന്നു എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ ആകാശത്തു നിന്നും വന്നവരെ നമ്മൾ ദൈവങ്ങളെന്ന് വിളിച്ചതാണ് എന്ന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെ ആകാശത്തു നിന്നും വന്ന അന്യഗ്രഹ ജീവികളാണ് നമ്മുടെ സൃഷ്ടിക്ക് പിന്നിൽ എന്ന് വിശ്വസിക്കുന്നവരാണ് റെലിസം എന്ന കൾട്ട് ഗ്രൂപ്പിൽ വിശ്വസിക്കുന്നവർ. എന്നാൽ ഇവിടെ സംഗതി ഒരല്പം വ്യത്യസ്തമാണ്. അതായത് ആകാശത്തു നിന്നും വന്നവർ അനുനാക്കികളല്ല. ഇവരെ സംബന്ധിച്ച്, റെലിസത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് അവർ എലോഹിമുകളാണ്. അവരാണ് ഭൂമിയിൽ അന്നുണ്ടായിരുന്ന ചില ജീവികളെ പിടിച്ച് മനുഷ്യരാക്കി മാറ്റിയത് എന്ന് അവർ വിശ്വസിക്കുന്നു. BWT സംഭവിച്ചതിന് ശേഷം അയാൾ നേരെ ചെന്നത് ഒരു വെബ്സൈറ്റിലേക്കാണ്. അതിൽ അയാൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. വിത്തിൻ സെക്കൻഡ്സ് അയാളെ തേടി ഒരു മെയിൽ വന്നു. ആ മെയിലിന് പിന്നിൽ ഋഷി ഗാംഗുലി എന്ന് പറയുന്ന ഒരു ബോംബെ സ്വദേശിയായിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ബോംബെയിലേക്ക് വരണമെന്നും അവിടെ അവർക്കായി ഒരു ഇവന്റ് കാത്തിരിക്കുന്നു എന്നുമായിരുന്നു ആ ഇമെയിലുണ്ടായിരുന്നത്. അതനുസരിച്ച് ആനന്ദ് ബോംബെയിലേക്ക് എത്തി. അവിടെ ആനന്ദ് മാത്രമായിരുന്നില്ല ഒരു ഹൈദരാബാദി. അയാളെ കൂടാതെ 40 വയസ്സോളം പ്രായമുള്ള രവികിരൺ എന്നൊരു വ്യക്തിയും ഉണ്ടായിരുന്നു. രവികിരൺ പറയുന്നു, പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു താനെന്നും, പക്ഷേ അതിൽ ഒരുപാട് ചോദ്യങ്ങൾ തനിക്കുണ്ടായിരുന്നു എന്നും, എന്നാൽ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിച്ചത് റെലിസത്തിലൂടെയാണ് എന്നും. എന്നാൽ അതുകൊണ്ട് റെലിസത്തിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. ആ 3 പുസ്തകങ്ങൾ വായിക്കുന്നത് വരെ. റെലിസത്തിൻ്റെ പരിശുദ്ധ പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്ന ആ 3 പുസ്തകങ്ങൾ വായിച്ചതോടുകൂടി അന്യഗ്രഹ ജീവികളുടെ സൃഷ്ടികളാണ് മനുഷ്യർ എന്ന് അവർ വിശ്വസിക്കാൻ ആരംഭിച്ചു. ഭൂമിയിൽ നിന്നും വിട്ടുമാറി അവർ ഭൂമിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലെ മനുഷ്യർക്ക് അവർ തന്ന സമയം 2035 വരെയാണ്. അതിനു മുമ്പേ തന്നെ ഭീകരതയും യുദ്ധവും മാറ്റി നിർത്തി നമ്മൾ ഒന്നു ചേരുമെന്നും അവർ പ്രവചിച്ചിരിക്കുന്നു. ഹൈദരാബാദിൽ മാത്രം ഏതാണ്ട് 10,000-ൽ കൂടുതൽ റെലിസം വിശ്വാസികളാണുള്ളത്. അവരെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആനന്ദും രവികിരണും ചേർന്നാണ്. ഇന്ത്യയിൽ ഒന്നാകെ ഏതാണ്ട് 10 ലക്ഷത്തിൽ കൂടുതലാണ് റെലിസം വിശ്വാസികൾ. നമുക്ക് ചുറ്റുമുള്ള മറ്റു മതങ്ങളെ പോലെ തന്നെയല്ലേ ഇവരും എന്ന് നമുക്ക് തോന്നാം. പക്ഷേ പണ്ടെപ്പോഴോ എഴുതപ്പെട്ട പുസ്തകത്തിന് പിന്നാലെയല്ല ഇവർ. അവരുടെ ദൈവങ്ങളെ, എലോഹിമുകളെ അവർക്ക് നേരിട്ട് ബന്ധപ്പെടാം. ക്ലോഡ് മോറിസ് മാർസൽ വോറിലോൺ ജീവിതത്തിൽ പല മേഖലയിലും കഴിവ് തെളിയിക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയ ഒരു വ്യക്തി. അത്തരം പരാജയങ്ങൾക്ക് പിന്നിൽ അയാളുടെ നിരീശ്വരവാദമാണ് എന്ന് അയാളുടെ ആൻറ്റിയും മുത്തശ്ശിയും ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും അയാളെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ പലതവണ അയാൾ വീണ്ടും വീണ്ടും ജയിക്കാനായി ശ്രമിച്ചിരുന്നു. 1973 ഡിസംബർ 13 ഒരു സ്പോർട്സ് കാർ ജേർണലിസ്റ്റായി ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായി. ഓട്ടോപോപ്പ് എന്ന മാഗസിന് വേണ്ടി ഒരു റിമോട്ട് ഏരിയയിലൂടെ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയം അയാൾക്ക് മുകളിലൂടെ ഒരു വെളിച്ചം നീങ്ങുന്നത് അയാൾ ശ്രദ്ധിച്ചു. അത് പതിയെ തൻ്റെ വാഹനത്തിന് മുകളിൽ നിൽക്കുന്നതായി അയാൾക്ക് തോന്നി. അല്പനേരം തന്നെ പിന്തുടർന്ന് അത് തൻ്റെ വാഹനത്തിന് മുന്നിലായി ഇറങ്ങി. അതൊരു അപരിചിതമായ വിമാനം പോലെ അയാൾക്ക് തോന്നി. അതിനുള്ളിൽ നിന്നും 4 അടിയോളം വലുപ്പമുള്ള ഡയമണ്ട് ആകൃതിയിലുള്ള കണ്ണുകളുള്ള ആടിനെ പോലെ കുറ്റിത്താടിയുള്ള പച്ച നിറത്തിൽ ചർമ്മമുള്ള ഒരു ജീവി പുറത്തിറങ്ങി. യാഹ്വേ, അങ്ങനെയാണ് ആ ജീവി ക്ലോഡിനോട് സ്വയം പരിചയപ്പെടുത്തിയത്. കാലങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടായിരുന്നവർ അവരുടെ വർഗത്തെ വിളിച്ചിരുന്നത് എലോഹിം എന്നായിരുന്നത്രേ. എലോഹിം എന്നത് ഒരു ഗ്രീക്ക് വാക്കാണ്. അതിൻ്റെ അർത്ഥം ആകാശത്തു നിന്നും ഇറങ്ങി വന്നവർ എന്നാണ്. യാഹ്വേ ക്ലോഡിനോട് അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. ഭൂമിയിൽ ജീവജാലങ്ങളെ സൃഷ്ടിച്ചത് എലോഹിമുകളാണ് എന്നും അവർ പല കാലങ്ങളിലും ഭൂമിയിലേക്ക് തിരിച്ചു വന്നിരുന്നു എന്നും യാഹ്വേ ക്ലോഡിനോട് പറഞ്ഞു. മനുഷ്യരെ സൃഷ്ടിച്ച് മനുഷ്യരിൽ നിന്നും തിരഞ്ഞെടുത്ത ചിലരുടെ തലച്ചോറിനുള്ളിലേക്ക് ബ്രെയിൻ വേവ് ട്രാൻസ്മിഷൻ നൽകിയിരുന്നതായും യാഹ്വേ പറയുന്നു. അങ്ങനെ BWT ലഭിച്ചിട്ടുള്ള ചിലരാണ് മോസസ്, ജീസസ്, മുഹമ്മദ്, ബുദ്ധൻ എന്ന പേരിൽ മനുഷ്യർക്കിടയിൽ ജീവിച്ചത് എന്നും. പിന്നീടും പലതവണ അതേ സ്ഥലത്ത് എലോഹിമുകളെ കണ്ടതായി ക്ലോഡ് പറയുന്നു. അവിടെ വെച്ച് അവർ ക്ലോഡിന് ഒരു മിഷൻ നൽകി. അതായത് 2035 അവർ തിരിച്ചു ഭൂമിയിലേക്ക് വരുമെന്നും അപ്പോഴേക്കും മനുഷ്യരിലെ ഭീകരതയും യുദ്ധവും മാറ്റി നിർത്തി അവരെ മറ്റൊരു മാനത്തിലേക്ക് സഞ്ചരിക്കാൻ പാകത്തിന് തയ്യാറാക്കുക എന്നതായിരുന്നു ക്ലോഡിന് അവർ നൽകിയ മിഷൻ.
ഒരുപക്ഷേ മറ്റ് പ്രവാചകന്മാർക്കും തൊട്ടു മുമ്പേ അവർ പറഞ്ഞ പ്രവാചകന്മാർക്കും അവർ നൽകിയിട്ടുള്ള മിഷൻ ഇത് തന്നെയായിരിക്കും. ആ മിഷൻ ലഭിച്ചതോടെ ക്ലോഡ് റയൽ എന്ന വ്യക്തിയായി മാറി. ഇതെല്ലാം 1974 പുറത്തിറക്കിയ തൻ്റെ പുസ്തകത്തിലൂടെ റയൽ പറഞ്ഞ കാര്യങ്ങളാണ്. തുടർന്ന് 1975 അയാൾ പുറത്തിറക്കിയ പുസ്തകമാണ് ദ എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ടുക്ക് മീ ടു ദെയർ പ്ലാനറ്റ്. അതിൽ എലോഹിമുകൾ അദ്ദേഹത്തെ അവരുടെ സ്പേസ് ഷിപ്പിൽ അവരുടെ ലോകത്തേക്ക് കൊണ്ടുപോയതിനെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. അവിടെ വെച്ച് 6 സ്ത്രീ റോബോട്ടുകളെ അദ്ദേഹത്തിന് സമ്മാനിച്ചതായും അവരോട് ശാരീരികമായി ബന്ധപ്പെടാൻ അവർ നിർബന്ധിച്ചതായും റയൽ പറയുന്നു. അതുവഴി എലോഹിമുകൾ തൻ്റെ തന്നെ ഒരു ക്ലോണിനെ സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് റയൽ പറയുന്നത്. അവർ ജീവിക്കുന്ന ഗ്രഹം നമ്മുടെ സൗരയൂഥത്തിനും പുറത്തുള്ള മറ്റൊരു നക്ഷത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഗ്രഹമാണ് എങ്കിലും അത് നമ്മുടെ ക്ഷീരപഥത്തിൽ തന്നെയാണ് എന്നും റയൽ പറയുന്നു. അവിടെ അയാൾ ഏതാണ്ട് 90,000-ൽ കൂടുതൽ എലോഹിമുകളെ കണ്ടതായി പറയുന്നു. അവിടെ പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. എന്നാൽ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ സ്ത്രൈണതയുള്ള ഒരു സ്ത്രീയെ എടുത്താൽ അത് എലോഹിമുകളിലെ ഒരു സ്ത്രീയുടെ 10% പോലും വരില്ല എന്നും റയൽ പറയുന്നു. അവരെല്ലാം വസ്ത്രങ്ങളില്ലാതെയാണ് അവിടെ ജീവിക്കുന്നത്. അവരെല്ലാം ഫ്രീ ലെവൽ വിശ്വസിക്കുന്നവരാണ് എന്നും അവർക്കൊന്നും സെക്ഷൽ ജലസി ഇല്ല, അവരെല്ലാം സെക്ഷൽ ലിബറേഷൻ ആസ്വദിക്കുന്നവരാണ് എന്നും റയൽ പറയുന്നു. 25,000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവർ ഭൂമിയിൽ ഉണ്ടായിരുന്നതായി പറയുന്നു. തൻ്റെ പിതാവ് ഒരു റോമൻ കത്തോലിക്കനായതുകൊണ്ടും അമ്മ ജൂതമത വിശ്വാസി ആയതുകൊണ്ടുമാണ് അവർ തന്നെ തിരഞ്ഞെടുത്തത് എന്നാണ് റയലിൻ്റെ വാദം. എന്നാൽ 1979 പുറത്തിറക്കിയ ലെറ്റ്സ് വെൽക്കം അവർ ഫാദേഴ്സ് ഫ്രം സ്പേസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അന്ന് ഭൂമിയിൽ വന്ന ആദ്യമായി കണ്ട എലോഹയുടെ ബയോളജിക്കൽ സണ്ണാണ് താനെന്നും ഭൂമിയിലേക്ക് തന്നെ അയക്കുന്നതിന് മുമ്പ് തൻ്റെ ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞതാണ് എന്നും ശേഷം തൻ്റെ 27-ാമത്തെ വയസ്സിൽ തിരികെ വന്ന് അത് തന്നെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു എന്നും. അന്നുവരെ എലോഹിമുകളുടെ കണക്കുകൂട്ടൽ പോലെ തന്നെ മുന്നോട്ട് പോയിരുന്ന മനുഷ്യർക്ക് മാറ്റം സംഭവിക്കുന്നത് 1945 മുതലാണ് എന്ന് റയൽ പറയുന്നു. 1945 ഹിരോഷിമ നാഗാസാക്കി സ്ഫോടനത്തോടുകൂടി മനുഷ്യൻ്റെ ഭാവി മാറി മറയുകയായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ എലോഹിമുകളുടെ കണക്കുകൂട്ടൽ പോലെ അവരെ തിരിച്ചും പഴയ പോലെ ആക്കാൻ വേണ്ടിയാണ് റയലിന് കിട്ടിയ മിഷൻ. എല്ലാവരെയും യുദ്ധത്തിൽ നിന്നും ഭീകരതയിൽ നിന്നും മാറ്റി എലോഹിമുകൾ താല്പര്യപ്പെടുന്നത് പോലെ മാറ്റിയെടുക്കുക എന്നതാണ് റയലിൻ്റെ ലക്ഷ്യം. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ചിലർക്കൊക്കെ ഇത്രയും കേട്ടപ്പോൾ തന്നെ തമാശയായി തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അതിലും വലിയ തമാശകൾ വരാൻ പോകുന്നേയുള്ളൂ. അതായത് മനുഷ്യന് സംഭവിക്കുന്ന ഫിസിക്കൽ ഡെത്ത്, മരണം എന്നത് മനുഷ്യൻ്റെ സൃഷ്ടിയിൽ സംഭവിച്ച ഒരു അപാകതയായിരുന്നു എന്നാണ് എലോഹിമുകൾ പറയുന്നത്. അവരത് അഡ്മിറ്റ് ചെയ്യുന്നു. എന്നാൽ അതിന് പകരമായി അവർ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട്. ശാസ്ത്രത്തിലൂടെ നമുക്ക് ആ മരണത്തെ തോൽപ്പിക്കാൻ പറ്റും. അതിനായി അവർ കണ്ടെത്തിയ ഒരു വഴിയാണ് ക്ലോണിംഗ്. പക്ഷേ അത് എല്ലാവർക്കുമായി നൽകാൻ സാധിക്കില്ല. അത് ചിലർക്ക് മാത്രം, തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് മാത്രമേ അത് അവകാശപ്പെടുകയുള്ളൂ. ക്ലോണിംഗ്, AI, നാനോ ടെക്നോളജി തുടങ്ങി ചില ശാസ്ത്രീയമായ പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് അത് സാധ്യമാണ്. 2002 ക്ലോണൈഡ് എന്ന കമ്പനി അങ്ങനെ ഒരു മനുഷ്യക്കുഞ്ഞിന് ക്ലോണിങ്ങിലൂടെ ജന്മം നൽകിയതായി പറയുന്നു. റെലിസം ഫോളോവർ ആയിരുന്ന ബ്രിഗറ്റെ ബോയ്സലിയർ എന്ന ഫ്രഞ്ച് കെമിസ്റ്റ് ആയിരുന്നു അതിന് പിന്നിൽ. 31-കാരിയായ ഒരു സ്ത്രീയുടെ ക്ലോണായാണ് ഈവ് എന്ന ആ പെൺകുട്ടി ജനിച്ചത്. തുടർന്ന് ഡച്ചുകാരിയായ ഒരു ലെസ്ബിയൻ്റെ DNA-യിൽ നിന്നും ഒരു പെൺകുട്ടിയെയും ഒരു ജപ്പാൻകാരനായ പുരുഷൻ്റെ DNA-യിൽ നിന്നും ഒരു ആൺകുട്ടിയെയും അവർ സൃഷ്ടിച്ചിരുന്നു. ഹിസ്റ്റോറിക്കൽ ടേണിംഗ് പോയിന്റ് ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് ഈ ഒരു സംഭവത്തെ അവർ വിശദീകരിക്കുന്നത്. അത് ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. ലോകത്തിലെ മറ്റു മനുഷ്യരെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ശാസ്ത്രത്തെ കൂടി മുൾമുനയിൽ നിർത്താൻ ഈ ഒരു സംഭവത്തിന് സാധിച്ചതായി പറയുന്നു. ഇതൊരു കൾട്ട് ഗ്രൂപ്പാണോ അതോ ഒരു മതമാണോ? അങ്ങനെ ഒരു മതമാണ് എങ്കിൽ അതിൽ വിശ്വസിച്ചാൽ എന്താണ് കുഴപ്പം? അന്യഗ്രഹ ജീവികളാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് എന്ന തെളിവുകളില്ലാത്തൊരു ഗൂഢാലോചന സിദ്ധാന്തം മതത്തിൻ്റെ ഭാഗമായി നിങ്ങൾ വാദിക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായ അടിത്തറ എൻ്റെ മതത്തിനാണ് എന്ന് നിങ്ങൾ വാദിക്കേണ്ടി വരും. ക്ലോഡ് എന്ന മനുഷ്യനാണ് നിങ്ങളുടെ പ്രവാചകനെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. അവർ പ്രചരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഐഡിയോളജി ഫ്രീ ലവ് എന്ന കോൺസെപ്റ്റാണ്. അതിലൂടെ അവർ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് സെക്ഷൽ ലിബറേഷനും, അതായത് സ്വതന്ത്രമായ ലൈംഗികത.
ആ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വിഷയം സെൻട്രൽ മെഡിറ്റേഷൻ അഥവാ സെക്ഷൽ മെഡിറ്റേഷൻ ആണ്. ലഹരിയിലൂടെ ലൈംഗികമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുക, അതുവഴി എക്സ്ട്രാ ടെറസ്ട്രിയൽ കണക്ഷൻ ലഭിക്കുമെന്ന അന്ധവിശ്വാസത്തിലേക്ക് വിശ്വാസികളെ തള്ളിയിടുക. 1992 ഡിസംബറിൽ അവർ ഒരു പ്രോജക്റ്റ് നടത്തിയിരുന്നു. കാനഡയിലെ ക്യൂബിക് പ്രൊവിൻസിലെ മോൺട്രിയൽ കാത്തോലിക് സ്കൂളിൽ അവരൊരു വെൻഡിംഗ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തു. പെപ്സിയുടെയും കൊക്കക്കോളയുടെയും മെഷീനല്ല, കോണ്ടം വെൻഡിംഗ് മെഷീൻ. ഓപ്പറേഷൻ കോണ്ടം എന്ന പേരിൽ അവർ നടത്തിയ ആ പ്രോജക്റ്റിലൂടെ അവർ ലക്ഷ്യം വെച്ചത് 13 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയായിരുന്നു. സ്വതന്ത്ര ലൈംഗികത എന്ന ചിന്ത കുട്ടികളിലേക്ക് എത്തുക എന്നതായിരുന്നു എലോഹിമിൻ്റെ ആഗ്രഹമെന്നും അത് നിറവേറ്റുക എന്ന ലക്ഷ്യത്തിലേക്കാണ് അവർ ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നത് എന്നും അവർ പറയുന്നു. 10,000-ൽ കൂടുതൽ കോണ്ടമാണ് ആ ദിവസം സ്കൂളിൽ അവർ വിതരണം ചെയ്തത്. ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ പറയാൻ സാധിക്കുന്ന സഭ്യമായ വിഷയങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. അതിലും ഭീകരമായ ചിലതാണ് ഞാൻ പറയാതെ ഇരുന്നത്. അതായത് മറ്റേതൊരു മതത്തെയും പോലെ തന്നെ അവർ സൃഷ്ടിച്ച ഒന്ന് വ്യത്യസ്തമായൊരു ചട്ടക്കൂടിൽ ഒളിപ്പിച്ചു വെച്ചു എന്നത് മാത്രം. ദൈവം എന്ന സങ്കല്പത്തെക്കാൾ കുറച്ചുകൂടി വിശ്വാസയോഗ്യമായ ഒന്നാണ് അന്യഗ്രഹജീവി എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അതിനെ അവർ വ്യത്യസ്തമായ രീതിയിൽ പ്രസന്റ് ചെയ്തു എന്ന് മാത്രം. എന്നാൽ ഈ ഒരു മതം, ഈ ഒരു കൾട്ട് ഗ്രൂപ്പ് നിലനിൽക്കുന്നത് പോലും ഒരു പച്ചക്കള്ളത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. റെലിസത്തിൻ്റെ അടിസ്ഥാനം ക്ലോണിങ്ങിലാണ് എന്നും 2000-ൽ അത് സംഭവിച്ചിരുന്നു എന്നും അതിനുശേഷം പലരിലും അത് വിജയിച്ചിരുന്നു എന്നും തുടർന്നും സെലക്റ്റീവായ ചിലരിൽ മാത്രമേ അത് പ്രാക്ടീസ് ചെയ്ത് പോരുന്നുള്ളൂ എന്നും അവർ പറയുന്നു. എന്നാൽ ഇന്ന് വരെ അങ്ങനൊന്ന് സംഭവിച്ചു എന്നതിൻ്റെ കൃത്യമായ തെളിവുകളൊന്നും തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2002-ൽ ജനിച്ചു എന്ന് പറയുന്ന ഈവിൻ്റെ തെളിവുകൾ, DNA തെളിവുകൾ ശാസ്ത്രം അന്വേഷിച്ചിരുന്നു. പക്ഷേ ഫാമിലി പ്രൈവസി കാരണം അത് നൽകാൻ സാധിക്കില്ല എന്നാണ് റെലിസ്റ്റുകൾ പറഞ്ഞിരുന്നത്. അതിനുശേഷവും അവർ ക്ലോണിംഗ് നടത്തിയിരുന്നതായി അവർ അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ തെളിവുകൾ ഒന്നും തന്നെ അന്വേഷിച്ചിട്ടും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, മനുഷ്യരിൽ ക്ലോണിംഗ് എത്തിക്കലി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അടിസ്ഥാനമെന്ന് അവർ വാദിക്കുന്ന ഒന്നിന് കൃത്യമായ തെളിവുകൾ പോലും നൽകാൻ സാധിക്കാത്ത ഒരു കൾട്ട് ഗ്രൂപ്പിൽ അന്ധമായി വിശ്വസിക്കുന്ന, അവർ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു വലിയ സമൂഹം നമുക്കിടയിലുണ്ട്. അവരെക്കുറിച്ചൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മെ തേടി വരുന്നത് ബ്രെയിൻ വേവ് ട്രാൻസ്മിഷൻ ആണ് എന്നല്ല, അതിനു പകരം അവരിൽ അന്ധമായി വിശ്വസിച്ച് അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടം ടെക്കികളായിരിക്കും എന്നതാണ് സത്യം. 2003-ലാണ് ആദ്യമായി റെലിസം ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഈ ഒരു മതത്തിനുള്ളത്. ഒരുപാട് പേർ അത്തരം ഐഡിയോളജികൾ മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുന്നു. നിരീശ്വരവാദികളായ പലരും ഏലിയൻ കണക്ഷനിൽ വിശ്വസിക്കുന്നു. അവർക്കെല്ലാം BWT ലഭിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് കരുതേണ്ടത്? അപ്പോൾ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനെയെങ്കിൽ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി നിങ്ങളും ഈ വിഷയം സെർച്ച് ചെയ്തിട്ടുണ്ടാവില്ലേ എന്ന്. ശരിയാണ്, ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, തുടർച്ചയായി ബേപ്പൂർ സുൽത്താൻ എന്ന ഈ യൂട്യൂബ് ചാനൽ കാണുക. നാളെ എന്തെങ്കിലും ഒരു മാറ്റം എനിക്ക് സംഭവിക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയാൽ മനസ്സിലാക്കുക, എനിക്കും BWT ലഭിച്ചിരിക്കുന്നു എന്ന്. ആൻഡ് ദ ഗെയിം ഈസ് ഓവർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ